ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്നും സിഡ്നിയിലേക്കും പിന്നെ തിരിച്ചുള്ള ഞങ്ങളുടെ ഈ പുതിയ റൗണ്ട് ട്രിപ്പിൽ ഞങ്ങൾ അപ്പോളോ മോട്ടോർ ഹോംസ് എന്ന കമ്പനിയിലൂടെ കാരവാൻ എടുത്ത് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 4 തവണ ഓസ്ട്രേലിയയിൽ വന്നപ്പോഴും അപ്പോളോ മോട്ടോർ ഹോംസ് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ നേരെ മെൽബണിലുള്ള അപ്പോളോ മോട്ടോർ ഹോംസിൻ്റെ സെൻറ്ററിലേക്ക് വിട്ടു. വണ്ടിയെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഫോർമാലിറ്റീസും അതും ഇതും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വണ്ടി കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇതാണ് ഞങ്ങളിനി 2 ആഴ്ച താമസിക്കാൻ പോകുന്ന മോട്ടോർ ഹോം. ഏകദേശം 7 മീറ്ററോളം നീളം വരുന്ന യൂറോ ഡീലക്സ് എന്ന മോഡലാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ഒരാൾ സ്റ്റാഫ് വന്നിട്ട് എങ്ങനെയാണ് മോട്ടോർ ഹോം ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടയർ ചേഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു വെള്ളം ഫില്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യേണ്ടത്, അങ്ങനെയെല്ലാം ഞങ്ങൾക്ക് വന്ന് പറഞ്ഞു തന്നു. ഇതുകൂടാതെ തന്നെ ഞങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വണ്ടിയിൽ എന്തെങ്കിലും സ്ക്രാച്ചോ പോറലോ ഉണ്ടെങ്കിൽ അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യും ഈ ഒരു സ്റ്റാഫ് വന്നിട്ട്. നമ്മൾ വേറെ എക്സ്ട്രാ സ്ക്രാച്ചോ പോറലോ വല്ലതും കൊണ്ടിട്ടാണ് തിരിച്ചു വരണതെങ്കിൽ അതിനുള്ള ഫൈൻ വാങ്ങിക്കും. അപ്പോൾ ഇതാണ് കാരവാൻ്റെ ഇൻറ്റീരിയർ. നല്ല സ്പേഷ്യസ് ആണ്. 6 പേർക്ക് കിടക്കാനുള്ള ബെഡ് ഉണ്ട്. വണ്ടി കിട്ടിയ ഉടനെ ഞങ്ങൾ അധിക നേരം കളയാതെ തന്നെ നേരെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് വെച്ച് പിടിച്ചു. ട്രറാൽഗൺ എന്ന സിറ്റിയിലേക്കുള്ള ഏകദേശം 300 കിലോമീറ്റർ ദൂരമുള്ള ട്രറാൽഗൺ എന്ന സിറ്റിയിലാണ് അന്ന് രാത്രിയത്തെ കാരവാൻ പാർക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രറാൽഗണിലെ ബിഗ് 4 കാരവാൻ പാർക്കിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ യാത്രയും അഡ്വഞ്ചറും അങ്ങനെ തുടങ്ങി. കാരവാൻ പാർക്കിൽ എത്തിയപ്പോഴേക്കും ടൈം നല്ല ലേറ്റ് ആയിരുന്നു. ഏകദേശം 6 മണിയായിരുന്നു. പക്ഷേ ഡേ ലൈറ്റ് അപ്പോഴും ഉണ്ട്, കാരണം ഓസ്ട്രേലിയ നല്ല സൗത്തിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അടച്ചാലും കുഴപ്പമില്ല, കാരണം ലേറ്റായി വന്നാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മളോട് നേരത്തെ ഇമെയിലിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഒരു ഫോണിൽ കോൾ ചെയ്തിട്ട് നമുക്ക് അസിസ്റ്റൻസ് ചോദിക്കാം. അപ്പം ഞങ്ങൾ അവിടെ കോൾ ചെയ്തു, അസിസ്റ്റൻസ് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു തൊട്ടടുത്ത ലോക്കറിൽ, അടിയിലുള്ള ലോക്കറിൽ നമ്മുടെ കീയും ഡീറ്റെയിൽസും കാരവാൻ പാർക്കിൻ്റെ മാപ്പും എല്ലാം ഉണ്ടാവുമെന്ന്. അങ്ങനെ ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങളുടെ വെൽക്കം സുനിൽ നമ്പൂതിരി എന്ന് എഴുതിയ ലെറ്ററൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കാരവാൻ്റെ സ്പോട്ടിലേക്ക് തിരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ കാരവാൻ ഇവിടെ എടുത്തിട്ട് നമ്മുടെ പ്ലേസ് കണ്ടുപിടിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്. ഈ ഒരു മാപ്പിൽ നമുക്ക് ഏത് ലൊക്കേഷനിലേക്കാണ് പോയി നമ്മുടെ കാരവാൻ പാർക്ക് ചെയ്യേണ്ടതെന്ന് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോയി മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെയാണ് ലൊക്കേഷൻ. അപ്പോൾ വളരെ കുറച്ച് സ്പീഡ് S18B വളരെ കുറച്ച് സ്പീഡ് ഇപ്പോൾ ഉപയോഗിക്കാനുള്ളൂ, കാരണം കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ എല്ലാവരും കളിക്കുകയൊക്കെയാണ്. അപ്പം പാർക്ക് ചെയ്ത് കഴിയാം. ഒരു ദിവസം മുഴുവൻ സക്സസ്ഫുള്ളി കാരവാൻ ഓടിച്ചിട്ട് ക്ഷീണിതനായി ഇറങ്ങുന്ന അച്ഛനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ കാരവാൻ്റെ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം ഫുള്ള് റീഫിൽ ചെയ്തു. ഈ വെള്ളം റീഫിൽ ചെയ്യാനുള്ള പൈപ്പും അതുകൂടാതെ കാരവാൻ്റെ നമുക്ക് ബാറ്ററിയും റീചാർജ് ചെയ്യുന്നത് കാണാം. ഇത് രണ്ടിനുള്ള സൗകര്യങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാൻ തന്നിട്ടുള്ള സ്പോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ കിട്ടും. അങ്ങനെ വെള്ളവും പൈപ്പും എല്ലാം റീഫിൽ ആവുന്ന നേരം ഞങ്ങൾ കാരവാൻ പാർക്കിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു കാരവാൻ പാർക്കിൽ നല്ല സന്ധ്യയിൽ നല്ല ഭംഗിയായിരുന്നു. മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. കിച്ചണറ്റ് ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, ബാത്റൂം ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അങ്ങനത്തെ ഫെസിലിറ്റികളെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു അപ്പോളോ കാരവാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ഡേയുടെ എക്സ്പീരിയൻസ്. ഫുൾ ട്രിപ്പും ഞാൻ ഇതുപോലെ വ്ളോഗ് ചെയ്യുന്നുണ്ടാകും. അതിനുവേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുക.